ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം. പാർക്കുമോ. ഷിനാർ രാജാവായ അമ്രാഫേൽ, എലാസർ രാജാവായ ആര്യോക്, ഏലാം രാജാവായ കൊദർലായമർ, ജാതികളുടെ രാജാവായ തീതാൽ എന്നിവരുടെ കാലത്ത് ഇവർ സ്വതം രാജാവായ ബേര, കുമാർ രാജാവായ ബെർശ, ആദാം രാജാവായ ശിനാബ്, സെബോയിം രാജാവായ ശമബേർ, സോവാർ എന്ന മേഖലയിൽ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. ആ ദ്വീപ് ഇപ്പോൾ ഉപ്പുകടലാകുന്നു. അവർ 12 സംവത്സരം കെദോർലായമറിനെ കീഴടങ്ങിയിരുന്നു. 13-ാം സംവത്സരത്തിൽ മത്സരിച്ചു. അതുകൊണ്ട് 14-ാം സംവത്സരത്തിൽ കെദോർലാമായവരും അവനോടുകൂടെയുള്ള രാജാക്കന്മാരും വന്നു. അസ്തേരോത്ത് കർണമീലെ രഫയികളെയും ഹാമിലെ സുസ്യാരിയെയും ശാവക്യത്തിയമിലെ എമിരെയും സേമിം മലയിലെ ഹോരേരെയും മരുഭൂമിയിൽ സമീപമുള്ള എൽപാരൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞു കാദേശ് എന്ന ഏദമിശ്മത്തിൽ വന്ന് അമാലേക്യരുടെ ദേശമൊക്കെയും ഹസസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു. അപ്പോൾ സൊദോം രാജാവും ഗൊമോറോ രാജാവും ആദാമ രാജാവും സെബോയിം രാജാവും സോവർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ടു. സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കൊദർലായമർ, ജാതികളുടെ രാജാവായ തീതാൽ, ശിനാർ രാജാവായ അമ്രാഫേൽ, എലാസർ രാജാവായ ആര്യോക് എന്നിവരും നേരെ പടനിരത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ തന്നെ. സിദ്ദീം താഴ്വരയിൽ കീഴ്ക്കുഴിയിൽ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗോമറോ രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സോദോമിനും ഗൊമോറോയിനുമുള്ള സമ്പത്തും ഭക്ഷ്യസാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. അബ്രഹാമിന്റെ സഹോദരൻ മകനായ സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രോയനായ അബ്രാമിനെ അറിയിച്ചു. അവൻ എശ്കാലോനെയും അനേമിനെ സഹോദരനായി അമരുവനായ മെമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു. തൻ്റെ സഹോദരനെ ബദ്ധരാക്കിക്കൊണ്ട് പോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രി അവനും അവൻ്റെ ദാസന്മാരും അവിടെ നേരെ ഭാഗമായി പിരിഞ്ഞു എന്ന് അവരെ തോൽപ്പിച്ചു. ദമ്മേശേക്കിൻ്റെ ഇടതുഭാഗത്തുള്ള ഹോബോ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെ മടക്കിക്കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയുമായി മടക്കിക്കൊണ്ടുവന്നു. അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തിനെയും മടക്കിക്കൊണ്ടുവന്നു. അവൻ കെദോരോമിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. ശാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം സോദം രാജാവിനോടും പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരിപ്പുകാരാകട്ടെ നിനക്കുള്ളത് യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കുനാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന്
വന്നാനിർ, എഷ്കോൽ, മമ്രേ എന്നീ പുരുഷന്മാരുടെ ഓഹരി മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. പാർക്കുമോർ.